ലോക COPD ദിനമായി നവംബർ 20 ഈ വർഷം ആചരിക്കുന്നു. നോ യുവർ ലങ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ തീം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായും COPD പോലുള്ള അസുഖങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു സങ്കേതമാണ് സ്പൈറോമെട്രി അഥവാ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ശ്വാസനാളത്തിൻ്റെ കപ്പാസിറ്റി അളക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ മാത്രമാണ് പല ആളുകളും ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി നിർണ്ണയിക്കാറുള്ളത് അഥവാ ഡോക്ടറുടെ അടുത്ത് എത്താറുള്ളത്. എന്നാൽ പുകവലി മാത്രമല്ല, അന്തരീക്ഷ മലിനീകരണവും മറ്റ് ഇൻഫെക്ഷനുകളും എല്ലാം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുമെന്ന് വ്യക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളില്ലെങ്കിൽ തന്നെ നമുക്ക് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അളക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിലൂടെ പിന്നീടുണ്ടാകുന്ന COPDയോ മറ്റ് ശ്വാസകോശ രോഗങ്ങളോ നേരത്തെ തന്നെ നിർണ്ണയിക്കാൻ സാധിക്കുകയും പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് COPD എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ? ചുമ, പ്രത്യേകിച്ചും കഫത്തോടുകൂടിയുള്ള ചുമ, ശ്വാസമുട്ടൽ, കുറുങ്ങൽ, കിതപ്പ് ഇവയെല്ലാമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. 40 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് പ്രത്യേകിച്ചും COPD നമ്മൾ നിർണ്ണയിക്കാറുള്ളത്. ഇനി വീടിനകത്തുള്ള പൊടിപടലങ്ങൾ, അന്തരീക്ഷ മലിനീകരണം, പ്രത്യേകിച്ച് അടുപ്പ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ പുകവലി, ഇതെല്ലാം തന്നെ COPD എന്ന രോഗത്തിന് കാരണമായേക്കാം. ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ സ്പൈറോമെട്രി എന്നുള്ള ഒരു സങ്കേതത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് COPD രോഗം നിർണ്ണയിക്കുന്നത്.